ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചു കേട്ടാൽ ഒരു കാര്യം മനസ്സിലാവും. ഞങ്ങൾ അയൽപക്കത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം നിർത്തും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതിനു പകരം നിങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കൻ സൈനികരോട് അടങ്ങിപ്പോകാൻ പറയുക, അല്ലാത്ത പക്ഷം ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഗൾഫ് രാജ്യങ്ങളോട് പറയാതെ പറയുന്നത്. അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന് ഇറാൻ. അയൽ രാജ്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പരസ്യമായി ക്ഷമ ചോദിച്ചു. ഇനി അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന് ഉറപ്പും നൽകി. എന്നാൽ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ കടുത്ത തിരിച്ചടി നൽകും. ഇനി ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കില്ലെന്നും സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങാൻ തങ്ങൾ തയ്യാറില്ലെന്നും ഇറാൻ പ്രസിഡന്റ് ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഈ പ്രഖ്യാപനം, അതായത് അയൽ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നുള്ള പുതിയ പ്രഖ്യാപനം, ഇത് സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഒരു ലക്ഷണമായൊക്കെ നമുക്ക് ആദ്യ കേൾവിയിൽ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനു പിന്നിൽ മറ്റൊരു സത്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നേരെ തിരിച്ചാണ്. ഈ വാർത്ത കണ്ട അല്ലെങ്കിൽ ഈ ന്യൂസ് കണ്ട മിക്ക ആളുകളും ധരിച്ചിട്ടുണ്ടാകുക ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടായിരിക്കും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുക. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനത്തിൽ തന്നെയുണ്ട്, അയൽ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാത്ത പക്ഷം മാത്രം എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിൽ ടെഹ്റാനെ അമേരിക്ക ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഖത്തറിലെ അൽ ഉദൈദ് ബേസ്, അതുപോലെ തന്നെ UAE അൽ ദ്രാസ, കുവൈറ്റിലെ അലി അൽ സലേം, ഇതിനൊക്കെ പുറമെ ബഹ്റൈൻ, ഒമാൻ, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളിലൊക്കെയുള്ള US ബേസിൽ നിന്ന് തന്നെയാണ് നിലവിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കയുടെ ബോംബറുകളും ഡ്രോണുകളും ഇറാനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു സത്യം. ഇവിടെ ഇദ്ദേഹത്തിന്റെ പ്രസ്താവന, അതായത് ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചു കേട്ടാൽ ഒരു കാര്യം മനസ്സിലാവും. ഞങ്ങൾ അയൽപക്കത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം നിർത്തും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതിനു പകരം നിങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കൻ സൈനികരോട് അടങ്ങിപ്പോകാൻ പറയുക, അല്ലാത്ത പക്ഷം ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഗൾഫ് രാജ്യങ്ങളോട് പറയാതെ പറയുന്നത്. ഇതൊരു തന്ത്രമാണ്. അതായത് ഗൾഫ് രാജ്യങ്ങൾക്ക് മേലെയുള്ള ഒരു സമ്മർദ്ദ തന്ത്രം. അതായത് അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസ്മെന്റിൽ നിന്ന് അമേരിക്കൻ സൈനികരോട് മടങ്ങിപ്പോകാൻ അറബ് രാജ്യങ്ങളെ നിർബന്ധിക്കുന്ന ഒരു തന്ത്രമാണ് ഇവിടെ ഇറാൻ പ്രയോഗിച്ചത്. അതായത് അമേരിക്കൻ സൈനികരുടെ കാര്യത്തിൽ അറബ് രാജ്യങ്ങളെ ഒരു തീരുമാനമെടുക്കാൻ ശക്തമായി പ്രേരിപ്പിക്കുന്നു എന്നർത്ഥം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് അമേരിക്കൻ സൈനികരെ തിരിച്ചു പറഞ്ഞേക്കുക, അല്ലെങ്കിൽ 100 കണക്കിന് ഡ്രോണുകളെ മിസൈലുകളെ നേരിടാൻ തയ്യാറായി കൊള്ളുക എന്നാണ് സത്യത്തിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കൊടുത്ത മുന്നറിയിപ്പ്. അതായത് ഇറാൻ ഇതിൽ പല കാര്യങ്ങളും കാണുന്നുണ്ട്. പ്രധാനമായും ഇറാൻ ആദ്യം തന്നെ മനസ്സിലാക്കിയ കാര്യം, അമേരിക്കൻ സൈന്യത്തിനോട് ഏറ്റുമുട്ടി ജയിക്കാനാവില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ സൈനിക താവളങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എത്രത്തോളം വിജയകരമാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അറബ് രാജ്യങ്ങളുടെ നിലപാട് എന്താണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും അറബ് രാജ്യത്ത് നിന്ന് അമേരിക്കൻ സൈന്യത്തെ നീക്കാനൊന്നും പറ്റില്ല. ഇനി അറബ് രാജ്യങ്ങൾ അതിന് ശ്രമിച്ചാൽ പോലും അത് അറബ് രാജ്യത്തിന്റെ സർവനാശത്തിൽ അവസാനിക്കുമെന്നല്ലാതെ അമേരിക്കൻ സൈന്യം ആ മണ്ണ് വിട്ടുപോകുന്ന വ്യക്തിപരമായിട്ട് നമുക്കൊന്നും അഭിപ്രായമില്ല. ഇതിന് മറ്റൊരു തലം കൂടി ഉണ്ട്. എന്താ പറയുക, ഇറാന്റെ പക്കല് നിലവിൽ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ കുറഞ്ഞിങ്ങനെ വരികയാണ്. അതായത് ടെൽ-അവീവിൽ ഉൾപ്പെടെയുള്ള പല ഇസ്രായേൽ നഗരങ്ങളിലേക്കും ശക്തമായ ആക്രമണം ഇപ്പോഴും ഈ സമയത്തും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് അവർക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയവുമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുക, ഗൾഫ് രാജ്യങ്ങളെ ഈ യുദ്ധത്തിൽ ഏതെങ്കിലും രീതിയിൽ ഭാഗമാക്കാതിരിക്കുക എന്നുള്ള ചിന്തകളൊക്കെ ഒരു പക്ഷേ ഇറാൻ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇതൊരു സമാധാനത്തിന് വേണ്ടിയുള്ള പറച്ചിലാണെന്ന് ആരും വിചാരിക്കണ്ട. ഇതൊരു തന്ത്രമാണ്, ഇറാന്റെ ഏറ്റവും പുതിയ യുദ്ധതന്ത്രം. ഇതിൽ എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്താ അറിയോ, ഇറാന്റെ സർക്കാർ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വീക്കാണ്. പ്രത്യേകിച്ചും അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള സയ്യിദ് അലി ഖാംനയുടെ വധത്തിന് ശേഷം ശക്തമായിട്ട് അവിടുത്തെ സർക്കാർ പ്രവർത്തനങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. സൈനിക ശൃംഖലയിലെ പല തലവന്മാരും ഇതിനോടകം തന്നെ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സൈന്യത്തിലെ പല യൂണിറ്റുകളുടെയും നിയന്ത്രണം വിചാരിച്ച പോലെ ഇറാന് മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവുമുണ്ട്. അത് കേവലം റൂമർ മാത്രമല്ല, ഇക്കാര്യം ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം തന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ പ്രസിഡന്റ് എന്തൊക്കെ വാഗ്ദാനം നൽകിയാലും എല്ലാ IRGC യൂണിറ്റുകളും ഡ്രോൺ ഓപ്പറേറ്റർമാരും മിസൈൽ ക്രൂവും പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനം അതേപടി അനുസരിക്കുമെന്ന് യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ മികച്ച ഉദാഹരണമാണ് ഇറാന്റെ പ്രസിഡന്റ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം മാത്രം
ദുബൈയിലും അബുദാബിയിലും റിയാദിലും മനാമയിലും ഇറാൻ സ്ഫോടനം നടത്തിയിട്ടുണ്ട്. എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊരിക്കലും ഇപ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ടോട്ടൽ അൺപ്രഡിക്റ്റബിൾ ആണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് സാഹചര്യം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.